My dear friends, it's a joy for me to see you this morning. സ്നേഹിതന്മാരെ, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ കാണുന്നതിൽ സന്തോഷമുണ്ട്. Today we're meditating on Nehemiah 1:9. ഇന്ന് നെഹെമ്യാവിന്റെ പുസ്തകം 1:9 വാക്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. I will gather them from there and bring them to the place I have chosen. ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എന്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും. My dear friends, when we read this whole verse, we see എന്റെ പ്രിയ സ്നേഹിതന്മാരെ, നമ്മൾ ഈ വാക്യം പൂർണ്ണമായി വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അവിടെ കാണുന്നത്. if you return to me and obey my commands, then even if your exiled people are at the farthest horizon, I will gather them from there and bring them to the place I have chosen as a dwelling for my name. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിന്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എന്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും. Yes, my dear friends, we see that when we return to God, He will bring us to the place where He has prepared for us. അതെ, നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് അവിടെ കാണുന്നു. The place that He has chosen for us. ദൈവം നമുക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവരും. Many times we run away from God saying, I know best for my life. എന്റെ ജീവിതത്തിൽ എനിക്ക് ഉത്തമമായത് എന്താണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മൾ ദൈവത്തിങ്കിൽ നിന്ന് ഓടി അകലുന്നു. So we go to the place we think is the right place for our life. ആകയാൽ നമുക്ക് അനുയോജ്യമായ സ്ഥലമെന്ന് നമ്മൾ കരുതുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. Maybe it's a job, maybe it's a city. ഒരുപക്ഷെ അത് നമുക്ക് അനുയോജ്യമായ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു നഗരമായിരിക്കാം, Maybe it's a lifestyle that we have chosen. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ജീവിത ശൈലിയായിരിക്കാം, Away from the Lord, ദൈവത്തിൽ നിന്ന് അകന്നുള്ള ജീവിത ശൈലി, against the Lord's plans for us. അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതികൾക്ക് വിരുദ്ധമായ ജീവിത ശൈലി, Leaving all the things of God, ദൈവികമായ കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള we ജീവിത go ശൈലി. away from God അങ്ങനെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു, and His dwelling, ദൈവത്തിന്റെ വാസസ്ഥലത്തിൽ നിന്നും, away from the place that He has chosen for us. ദൈവം നമുക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് നിന്നും നമ്മൾ അകന്നു പോകുന്നു. That's what happened in the prodigal son story. ആ മുടിയനായ പുത്രന്റെ കഥയിൽ അതാണ് സംഭവിച്ചത്. He ran away from the place of his father, അവൻ തന്റെ പിതാവായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഓടിപ്പോയി, saying, I'm going to enjoy all the pleasures in the world. ഞാൻ ലോകത്തിന്റെ സകല മോഹങ്ങളും ആസ്വദിക്കുവാൻ പോകുകയാണെന്ന് പിതാവിനോട് പറഞ്ഞുകൊണ്ട് Spend all my inheritance അവൻ പറഞ്ഞു, എനിക്ക് അവകാശമായി ലഭിച്ചതെല്ലാം ഞാൻ ചെലവഴിക്കുവാൻ പോകുന്നു, and enjoy ഞാൻ ജീവിതം ആസ്വദിക്കുവാൻ പോകുകയാണ്. going to the place where I think is best for my എന്റെ life. ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഉത്തമമായ സ്ഥലമെന്ന് ഞാൻ കരുതുന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. But when he spent all his money, എന്നാൽ അവൻ തന്റെ പണമെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ, lost all his comfort, അവനെ തന്റെ സുഖ സൗകര്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, lost all his peace, അവനെ തന്റെ സമാധാനമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, he thought about his father, അവൻ തന്റെ പിതാവിനെ കുറിച്ച് ചിന്തിച്ചു. how he was living when he was with his father, തന്റെ പിതാവിനോടൊപ്പമായിരുന്നപ്പോൾ താൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന് അവൻ ഓർത്തു. the comfort he had, അവനുണ്ടായിരുന്ന സുഖ സൗകര്യങ്ങളെ കുറിച്ച് അവൻ ഓർത്തു. the joy he had, അവനുണ്ടായിരുന്ന സന്തോഷം അവന്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. not needing to worry about anything. അവൻ അന്ന് ഒന്നിനെ കുറിച്ചും വിഷമിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. So he decided to go back. അതുകൊണ്ട് പിതാവിന്റെ അരികിലേക്ക് തിരികെ പോകുവാൻ അവൻ തീരുമാനിച്ചു. Even if he had to work as a servant, he went back. പിതാവിന്റെ ഭവനത്തിൽ ഒരു വേലക്കാരനായി ജോലി ചെയ്യേണ്ടി വന്നാലും സാരമില്ലെന്ന് കരുതി അവൻ He തിരിച്ചു പോയി. thought his father will not take him back തന്റെ പിതാവ് ഒരിക്കലും തന്നെ സ്വീകരിക്കില്ലെന്നാണ് അവൻ ചിന്തിച്ചിരുന്നത്. and that he had to beg for mercy. അവൻ കരുണയ്ക്കായി പിതാവിനോട് യാചിക്കേണ്ടി വരുമെന്ന് അവൻ കരുതിയിരുന്നു. But when his father saw him, എന്നാൽ അവന്റെ പിതാവ് അവനെ കണ്ടപ്പോൾ he ran to his son and hugged him ആ പിതാവ് തന്റെ മകന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്തു. and welcomed him back like a king. ഒരു രാജാവിനെ പോലെ പിതാവ് ആ മകനെ സ്വാഗതം ചെയ്തു. He knew that his son had felt that he had owned up to his mistake. തന്റെ മകൻ തന്റെ തെറ്റുകൾ അംഗീകരിച്ച് പാശ്ചാത്തപിച്ചുവെന്ന് പിതാവിന് ബോധ്യമായി. So he took him back അതുകൊണ്ട് അദ്ദേഹം തന്റെ മകനെ തിരികെ and സ്വീകരിച്ചു. gave him his place of honor. അവനെ മാനവും മഹത്വവും നിറഞ്ഞ ഒരു സ്ഥാനം നൽകി. In the same way, when we go back to the Lord, അതുപോലെ നമ്മൾ ദൈവത്തിന്റെ അരികിലേക്ക് തിരികെ ചെല്ലുമ്പോൾ, leaving all of our worldly pleasures,
ലോകപ്രകാരമുള്ള നമ്മുടെ സകല മോഹങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് and go to Him with the renewal of our heart, പുതുക്കം പ്രാപിച്ച ഹൃദയത്തോടുകൂടി നമ്മൾ ദൈവത്തിന്റെ അരികിലേക്ക് He ചെല്ലുമ്പോൾ will take us back കർത്താവ് വീണ്ടും നമ്മെ സ്വീകരിക്കും. and place us in the place where He has chosen for us. കർത്താവ് നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥാനത്ത് നമ്മെ ഇരുത്തും. As we read, He will gather us up നമ്മൾ തിരുവചനത്തിൽ വായിച്ചതുപോലെ കർത്താവ് നമ്മെ വീണ്ടും ഒരുമിച്ച് കൂട്ടും. and bring us to the place where He has chosen as a dwelling for His name. ദൈവം തന്റെ നാമം സ്ഥാപിക്കുവാൻ തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവരും. So all He wants us to do is to go back to Him, ആകയാൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ദൈവത്തിന്റെ അരികിലേക്ക് തിരികെ ചെല്ലണം. commands, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം. and live according to His will. ദൈവത്തിന്റെ ഹിതാനുസരണം നമ്മൾ ജീവിക്കണം. He will place you in the right place അപ്പോൾ കർത്താവ് അനുയോജ്യമായ സ്ഥലത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അവിടെ that നിങ്ങൾക്ക് He സ്ഥാനം has നൽകും. chosen for you. കർത്താവ് നിങ്ങൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് Today, leave all of your worldly pleasures behind, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ലോകപ്രകാരമുള്ള സകല മോഹങ്ങളും ഉപേക്ഷിക്കുവിൻ. all your worldly desires behind. ലോകപ്രകാരമുള്ള സകല മോഹങ്ങളും ഉപേക്ഷിക്കുവിൻ. God is waiting to take you back. ദൈവം നിങ്ങളെ തിരികെ സ്വീകരിക്കുവാൻ കാത്തിരിക്കുകയാണ്. He's waiting for your return. നിങ്ങളുടെ മടങ്ങി വരവിനായി ദൈവം കാത്തിരിക്കുകയാണ്. Today, make a decision to go to Him. ഇന്ന് ദൈവത്തിങ്കിലേക്ക് ചെല്ലുമെന്ന തീരുമാനം നിങ്ങൾ എടുക്കുവിൻ. He will welcome you with open arms, just like He did in the story. അപ്പോൾ ആ കഥയിൽ ചെയ്തതുപോലെ കർത്താവ് തന്റെ കരങ്ങൾ വിരിച്ച് നിങ്ങളെ സ്വാഗതം ചെയ്യും. So even now, will you commit your life to Him? ഇപ്പോഴും നിങ്ങൾ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുമോ? God has great plans for you. ദൈവം നിങ്ങൾക്കായി വലിയ പദ്ധതികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. Lord, today, thank you that you have prepared a wonderful place for your children. കർത്താവേ, ഇന്ന് അങ്ങ് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അനുഗ്രഹീതമായ അത്ഭുതകരമായ സ്ഥലം ഒരുക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ നന്ദി Today, പറയുന്നു. they may be scrambling, they may be lost. ഇന്ന് ഒരുപക്ഷെ അവർ അതിജീവനത്തിനായി പാടുപെടുകയായിരിക്കാം. They may have given up on life, കർത്താവെ, അവർ ജീവിതത്തിൽ തളർന്നു പോയിരിക്കാം. not knowing how to proceed in their life. എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ People may have left them. ജനങ്ങൾ ഒരുപക്ഷെ അവരെ കൈവിട്ടിരിക്കാം. They may have lost all their money. ഒരുപക്ഷെ അവർക്ക് പണമെല്ലാം നഷ്ടപ്പെട്ടിരിക്കും. They may face failure in their work, അവർ ജോലിയിൽ പരാജയങ്ങൾ നേരിടുകയാവാം. loss in their business, അവർക്ക് ബിസിനസ്സിൽ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കാം. and wonder what is next ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ആശങ്കപ്പെടുകയാവാം. because they've gone after what they thought was right. കാരണം തങ്ങൾക്ക് ശരിയെന്ന് തോന്നിയതിന്റെ പിന്നാലെയാണ് ഇതുവരെ അവർ പോയത്. But today, as they return to you, എന്നാൽ ഇന്ന് അവർ അങ്ങയുടെ അരികിലേക്ക് തിരിച്ചു വരുമ്പോൾ leaving all their past life, ഭൂതകാല ജീവിതം ഉപേക്ഷിച്ച് അങ്ങയുടെ അരികിലേക്ക് തിരിച്ചു വരുമ്പോൾ thank you that you will forgive them and take them back. കർത്താവെ, അങ്ങ് അവരോട് ക്ഷമിച്ച് അവരെ സ്വീകരിക്കുന്നതിന് നന്ദി. Help them to obey your commands. അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കുവാൻ അവരെ അങ്ങ് സഹായിക്കണമേ. Do your will കർത്താവെ, അങ്ങയുടെ ഹിതം ചെയ്യുവാനും and take them to the place that you have chosen for them, Lord. അങ്ങ് അവർക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങ് അവരെ കൂട്ടിക്കൊണ്ടു പോകണമേ. Gather up all the broken pieces in their life അവരുടെ തകർന്ന ജീവിതത്തെ അങ്ങയുടെ കൈകളാൽ വീണ്ടും പുനർനിർമ്മിക്കണമേ. and place them on great heights, അവരെ അത്യുന്നതങ്ങളിൽ ഇരുത്തണമേ. making them complete അവരെ സമ്പൂർണരാക്കി തീർത്തുകൊണ്ട് and full അവരെ നിറമുള്ളവരാക്കി മാറ്റിക്കൊണ്ട് as they live with you. അവർ അങ്ങയോടൊപ്പം ജീവിക്കുമ്പോൾ Bless them, Lord, according to this promise. കർത്താവെ, ഈ വാഗ്ദത്തം അനുസരിച്ച് അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. My dear friends, if you'd like to share your testimony, സ്നേഹിതന്മാരെ, നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ email us at testimony@jesuscalls.org. testimony@jesuscalls.org എന്ന വിലാസത്തിലേക്ക് ഇമെയിൽ We're അയയ്ക്കുക. waiting to hear from you. ഞങ്ങൾ നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുവാൻ കാത്തിരിക്കുകയാണ്. My friends, are you looking for a beautiful partner in your life? സ്നേഹിത, നിങ്ങൾ സൗന്ദര്യമുള്ള ഒരു ജീവിത പങ്കാളിയെ തേടിക്കൊണ്ടിരിക്കുകയാണോ? God is ready to give you a partner beautiful both inside and outside. ആന്തരികവും ബാഹ്യവുമായ സൗന്ദര്യമുള്ള ഒരു പങ്കാളിയെ നിങ്ങൾക്ക് നൽകുവാൻ ദൈവം തയ്യാറായിരിക്കുന്നു. You can find them in our True Friend Matrimony website. ഞങ്ങളുടെ ട്രൂ ഫ്രണ്ട് മാട്രിമണി വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആ പങ്കാളിയെ കണ്ടെത്താം. The perfect match from the background of your choice and a godly person is found there. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് പൊരുത്തമുള്ള ദൈവഭക്തിയുള്ള ഒരു പങ്കാളിയെ നിങ്ങൾക്ക് കണ്ടെത്താം. Contact True Friend Matrimony website today. ഇന്ന് തന്നെ ട്രൂ ഫ്രണ്ട് മാട്രിമണി വെബ്സൈറ്റുമായി ബന്ധപ്പെടുവിൻ.